വളകാപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇത്. ആദ്യം തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കണ്ണടയിൽ വൈറ്റ് പെയിൻറ്റ് വെച്ച് വളകാപ്പ് എന്നൊക്കെ എഴുതി. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിട്ടില്ലേ വളകാപ്പ് നീന്തി വാവയുടെ കുഞ്ഞിക്കാലൊക്കെ വരച്ചിട്ടുള്ള അതിൻ്റെ അടുത്ത പണിയാട്ടോ ഇത്. ഞാൻ തന്നെയായിരുന്നു ഇത് വരച്ചിട്ടുണ്ടായിരുന്നത്. വരയ്ക്കാൻ അറിയുന്ന വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പരിപാടിക്ക് നമ്മളെങ്കിലും ചെയ്യേണ്ട, വേറെ ആരും ചെയ്ത് തന്നില്ലെങ്കിലും. പക്ഷേ എന്താണെന്നറിയില്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അതൊക്കെ സെറ്റായിട്ടോ. നല്ല സെറ്റായിട്ട് വന്നു, എന്തായാലും കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നു. പിന്നെ അടുത്ത് നമ്മൾ വാഴല തൂക്കുന്ന ഇതായിരുന്നു കേട്ടോ, മുട്ടുസൂചിയൊക്കെ വെച്ച് കുത്തുന്ന ഇതായിരുന്നു. എൻ്റെ വിചാരം മുട്ടുസൂചി വെച്ച് വെറുതെ ഇങ്ങനെ കുത്തിയാൽ മതി, എല്ലാം ഒപ്പം തന്നെ സെറ്റാകുന്നു. പക്ഷെ അതിലൊന്നും നിൽക്കില്ല മക്കളെ. ഞങ്ങൾ സ്റ്റാപ്ലെയറും സൂചി നൂലില്ലേ, സൂചി നൂലും അതേപോലെ തന്നെ ഡബിൾ സൈഡ് ടാപ്പില്ലേ, അതും മുട്ടുസൂചിയും എല്ലാം കൂടി വെച്ചിട്ടാണ് ഇത് ഏകദേശം ഒന്ന് സെറ്റായി വന്നത്. പിന്നെ നമ്മൾ ഈ പൂവ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കേട്ടോ ചെയ്തത്. ഒറിജിനൽ പൂ പോലെ ഇരിക്കും, പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഓണത്തിൻ്റെ ഉത്രാടത്തിനായിരുന്നു നമ്മുടെ പരിപാടി, അതുകൊണ്ട് പൂവിനൊക്കെ നല്ല വിലയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാസ്റ്റിക് പൂ വാങ്ങാമെന്ന് വിചാരിച്ച് അത് വാങ്ങി. പിന്നെ വളകാപ്പ് എന്നൊക്കെ സെൻറ്ററിൽ വെക്കുകയൊക്കെ ചെയ്തു. പക്ഷേ രാവിലെ ആയപ്പോഴേക്കും ഈ വളകാപ്പ് നേരിയതൊന്നും അവിടെ കാണാൻ തന്നെ ഇല്ല, എല്ലാം പൊട്ടി താഴെ ചാടി. പിന്നെ എനിക്ക് റെഡി ആവേണ്ട ഒരു ഇതിൽ ഞാൻ എന്തായാലും റെഡി ആകാൻ വന്നു. അപ്പോഴേക്കും ഏട്ടനും ആരൊക്കെ വന്നതൊക്കെ എന്തായാലും അതൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എന്തായാലും വെച്ചു. എന്തായാലും ഫോട്ടോസും വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും പേജിൽ നിന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.